റിജിൽ, ഇത് CPM അപ്പാടെ തള്ളുകയാണ്. പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇവർക്കില്ല എന്നും മാത്രമല്ല CPM പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പോലും ഇവർ പ്രതികളാണ്, വീട് ആക്രമിച്ച സംഭവത്തിലും പ്രതികളാണ് എന്നുമാണ് പറയുന്നത്. ഇവര് പാർട്ടിയുടെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ആ മേഖലയിലെ CPMന്റെ സജീവ പ്രവർത്തകന്മാരാണ്. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരാണ്. അവിടെയുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. കോൺഗ്രസിന്റെ ഓഫീസ് കത്തിച്ചതിൽ പ്രതികളാണ്. കോൺഗ്രസിന്റെ ഓഫീസിനകത്ത് പിടിക്കപ്പെട്ട ആളുകൾ പ്രതികൾ അവര് കോൺഗ്രസ് ഓഫീസ് കത്തിച്ച പ്രതികളാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിൽ വെച്ച കേസിലെ പ്രതികളാണ്. അങ്ങനെ ആ മേഖലയിൽ ആകെ എല്ലാ അക്രമ പ്രവർത്തനങ്ങളും CPMന് വേണ്ടി നടത്തുന്നവരാണ് ഇതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ ഇന്നലെ ആ മേഖലയിൽ അവിടെ നേരിട്ട് പോയ ഒരാളാണ്. അവിടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ച ഒരാളാണ്. മാത്രമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അവരുടെ ഭർത്താവിന്റെ സഹോദരന്റെ മകനാണ്. അപ്പോ CPMന് എല്ലാ തരത്തിലും കുടുംബപരമായും പാർട്ടിപരമായും ഏറെ ബന്ധമുള്ള ഒരു ഫാമിലിയിൽപ്പെട്ടവർ തന്നെയാണ് ഈ ബോംബുണ്ടാക്കിയവരും അതിനകത്ത് കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും. അത് CPM പറയുന്ന കളവാണ്. ഏത് അക്രമം നടക്കുമ്പോഴും ഏത് തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും തള്ളി പറയും. ഇതേ ഒരു സംഭവമാണ് ഇപ്പോൾ നേരത്തെ നിങ്ങളെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ പുല്ലിയോട് ഇതുപോലെ 2 സഖാക്കള് അവിടെ ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് കെട്ടുന്നതിനിടയിൽ പൊട്ടി മരിച്ചിരുന്നു. അവർക്ക് ഇപ്പോ സ്മാരകങ്ങളുണ്ട്. അവരെ കുറിച്ച് ആദ്യത്തെ ഇരുമ്പ് പറയാക്കി മുന്നിൽ നിന്ന് പ്രതിരോധ കോട്ടത്തിൽ പ്രിയപ്പെട്ട സഖാക്കൾ എന്നുള്ളതാണ്. അപ്പൊ അവര് 2 സരീഷും പ്രദീപനുമാണ്. ഇത്തരമുള്ള 2 സഖാക്കൾ അവിടെ ഇതുപോലെ കൊല ചെയ്യപ്പെട്ടപ്പോൾ പാർട്ടി തള്ളി പറഞ്ഞു. പക്ഷെ എല്ലാ വർഷവും അവരുടെ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം നടത്തുന്നു. ഇത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ചെയ്യാതെ. CPMന്റെ ഉത്തരവാദപ്പെട്ട ഏരിയ കമ്മിറ്റി മെമ്പർമാർ അതുമായി ബന്ധപ്പെട്ടവരവിടെ പോയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതി തൗസർ മനോജിലെ കോറിയിലെ മാനേജറായിരുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രതി. അങ്ങനെ എല്ലാ തരത്തിലും CPMുമായി വളരെ കൃത്യമായി ബന്ധമുള്ള പാർട്ടി ഫാമിലിയിൽപ്പെട്ട പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ഇവര് ബോംബ് കെട്ടിയത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവര് രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ തള്ളിപ്പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കണ്ണൂർ തോട്ടടയിൽ DYFIക്കാർ ബോംബ് എറിഞ്ഞു. വിവാഹ പാർട്ടിക്ക് നേരെ ബോംബെറിഞ്ഞപ്പോൾ അവിടെ DYFIക്കാരനായി ജിഷ്ണു കൊല്ലപ്പെട്ടു. ഒരു മിനിറ്റ് അവസാനിപ്പിക്കാം. ജിഷ്ണു കൊല്ലപ്പെട്ടതിന് ശേഷം പാർട്ടി തള്ളി പറഞ്ഞു. T ജയരാജനാണ് അന്ത്യകർമ്മത്തിന് പോയതും പാർട്ടി പതാക പുതപ്പിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ശരി റിജിൽ.